ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ എനർജിയും വരും. പ്രാർത്ഥനയോടുകൂടി മാത്രം ഇത് കേൾക്കാനിരിക്കുക. താഴെ കമൻ്റൊക്കെ ഇടുക. ഇവിടെ ഞാൻ പ്രാർത്ഥിച്ച ശേഷമാണ് ഇത് തുടങ്ങുന്നത് കേട്ടോ. ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. ഇനി നമുക്ക് ഇന്നത്തെ ടാരോ ദേവിയുടെ മെസ്സേജ് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ വാട്സപ്പിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ആദ്യം തന്നെ സങ്കടമാണല്ലോ നിങ്ങളുടെ പങ്കാളിക്ക്. നിങ്ങൾ മാറിപ്പോയപ്പോൾ അല്ലേ? കിങ് കപ്പാണ്, തരാൻ കഴിയാത്തൊരു പ്രണയമാണല്ലേ. ഇനി നൈറ്റ് കപ്പാണല്ലോ എല്ലാം. പെൺവേലവായി മാറിയോ? ഇവിടെ ടെമ്പറൻസ് ആണ്. അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞത് മറ്റൊരാൾക്ക് കൊടുത്തോ? വേറെ കല്യാണമൊക്കെ കഴിച്ചോ? ഡെത്ത് കാർഡ് വന്നു, എൻഡായി. എന്നാൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. 7 വാണ്ടാണ്. അവർ ഇപ്പോൾ ഒരു സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. 6 വാണ്ടാണ്. കുറച്ച് പിടിവാശിയൊക്കെ കാണിച്ചിരുന്നു നിങ്ങളോട്. എന്നാൽ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു, വിവേകത്തോടു കൂടി ചിന്തിക്കുന്നു. നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്നുണ്ട്. എന്നാൽ എന്നേക്കുമായി അകന്നുപോയി അല്ലേ? പുണർദം, വിശാഖം, പൂരൂരുട്ടാതി, ആയില്യം, തൃക്കേട്ട, രേവതി, ഭരണി, പൂരം, പൂരാടം ഇതൊക്കെയാണ് ബ്ലെസ്സിങ് സ്റ്റാറായിട്ട് വന്നിരിക്കുന്ന. ഇനി നമ്പറുകൾ വന്നിരിക്കുന്നത് 6 2 തവണ വന്നിട്ടുണ്ട് കേട്ടോ. 4 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 21 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്, 14 വന്നിട്ടുണ്ട്, 7 5 ഇത് രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ 4 5 6 ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. 10 വരെ വന്നിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് 8 കപ്പാണ് അല്ലേ. 8ൻ്റെ ദോഷവും ഗുണവും ഞാൻ പറയാറുണ്ട്. 8 എന്ന് പറഞ്ഞാൽ 1 ഡൗൺ ആയിട്ട് വീണ്ടും ഒന്നാവുന്നതാണ്. റീയൂണിയൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ നിങ്ങളെ കൊണ്ടുപോകും. 8 എന്ന് പറഞ്ഞാൽ ക്രോണിസിൻ്റെ നമ്പറാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വേദന, സങ്കടമൊക്കെ അനുഭവിക്കും. അത് കഴിഞ്ഞ് വീണ്ടും അത് പരിഹരിക്കപ്പെടും. നിങ്ങൾ ആലോചിക്കാത്തൊരു സമയം വരുമ്പോൾ ഇതിനൊരു സമാധാനം നിങ്ങൾക്ക് കിട്ടും. ഗുണദോഷ സമ്മിശ്രം എന്ന് വേണമെങ്കിൽ 8നെ നമുക്ക് പറയാം. ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് അവർ ഭയങ്കരമായ വിരഹത്തിലും ദുഃഖത്തിലുമാണ്. നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. അവരെ ഇറങ്ങിപ്പോയതാണ്. നിങ്ങളുമായി വഴക്കിട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളിൽ കുറ്റം ആരോപിച്ചിട്ടോ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞിട്ടോ പോയ ആളാണ്. അപ്പോൾ ഇപ്പോൾ അവർ നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരാളെയാണ് ആദ്യം കാണിക്കുന്നത്. അവർക്ക് നിങ്ങളില്ലാതെ വയ്യ എന്നുള്ള അവസ്ഥ വന്നു. നിങ്ങളുടെ വില മനസ്സിലായി, നിങ്ങൾ വേണമെന്ന തോന്നലുണ്ടായി. അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ഇതാണ് ഇവിടെ 8 കാണിച്ചു തരുന്നത്. ഞാൻ പറയാറില്ലേ, മൂൺ കൂടുതൽ വന്നു കഴിഞ്ഞാൽ മാനസികമായ പ്രശ്നങ്ങളെയാണ് കാണിക്കുന്നത്. മനസ്സിന് വല്ലാത്ത വിഷമമാണ്. നിങ്ങളെ കാണണമെന്നുണ്ട്, നിങ്ങളുമായി സംസാരിക്കണം എന്നുണ്ട്. എന്തോ ഒരു എടുത്തുചാട്ടം കൊണ്ടോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലോ മാറിപ്പോയതാണ്. അതിൻ്റെ 100 ഇരട്ടി സങ്കടം ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായിരുന്നു അവർക്ക് എന്ന് അവർ ശരിക്കും മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. അവർക്ക് ആദ്യം നിങ്ങൾ പുറകെ നടക്കുന്ന സമയത്ത് നൈറ്റ് കപ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വാല്യൂ മനസ്സിലായിരുന്നില്ല. എപ്പോഴും അവരുടെ കയ്യിൽ കിട്ടിയിരുന്ന ഒരു കാര്യത്തിന് അത്ര വിലയില്ലാതെ അവർ കാണിച്ചു അല്ലേ. കുറച്ച് തണ്ട് കാണിച്ചു, നിങ്ങളെ ഭരിക്കുന്ന സ്വഭാവം കാണിച്ചു, നിങ്ങളെ അവഗണിച്ചു. അങ്ങനെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് നിങ്ങൾ മാറിപ്പോയപ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയപ്പോഴാണ് നിങ്ങളുടെ വില മനസ്സിലായതും സങ്കടപ്പെടാൻ തുടങ്ങിയതും. അവർ ഭയങ്കരമായ വിരഹത്തിലും ദുഃഖത്തിലുമാണ് എന്നറിയുന്നത്. ഇനി എന്ത് വേണമെന്നറിയില്ല. നിങ്ങൾക്കൊരു സന്ദേശം അയക്കണമെന്നുണ്ട്. വളരെ റൊമാൻറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇതുവരെ തരാതിരുന്ന ഒരു സ്നേഹം കൂടി തരണമെന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലെ അവർക്ക് പെരുമാറണമെന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചിരുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അവർ ഈ കാണിച്ചതൊക്കെ തരികടയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് അവർക്കറിയാം. അപ്പം അതാണല്ലോ സോളുകളുടെ കണക്ഷൻ്റെ ഒരു ഗുണം. അപ്പം നിങ്ങൾ എന്താഗ്രഹിച്ചു എന്ന് അവർക്കറിയാം. എന്നാൽ ഇപ്പോൾ അവർ ദുഃഖിക്കുകയാണെന്ന് നിങ്ങൾക്കും അറിയാം അല്ലേ. നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് അവർക്ക് സങ്കടമാണ്, എന്നെ മിസ് ചെയ്യുന്നുണ്ട്, എന്നിലേക്ക് വരും, ഇങ്ങനെ നിങ്ങൾക്കും തോന്നുന്നുണ്ട്. അതാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ഇനി വന്നിരിക്കുന്നത് കിങ് കപ്പാണ്. ഒരു പക്ഷേ പറയാതെ പോയൊരു പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ തരാതെ പോയൊരു സ്നേഹമായിരിക്കാം. നിങ്ങളുടെ പങ്കാളിക്ക് അതിൻ്റെ കുറ്റബോധമാണ്. അവര് നിങ്ങൾ ആഗ്രഹിച്ച പോലെ സ്നേഹം തന്നില്ല അല്ലേ. എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെയൊക്കെ സ്നേഹമുള്ള വ്യക്തി തന്നെയാണ്. സോളുകളുടെ കണക്ഷനാണ്. ഇവിടെ മനസ്സുകൾ കൂടുതൽ അടുപ്പമുള്ളവരാണ് എന്ന് പറയുന്നത്. അപ്പം മനസ്സുകൾ അടുപ്പമില്ലാഞ്ഞിട്ടല്ല, ബാഹ്യമായിട്ട് അങ്ങനെ പെരുമാറുക. മനസ്സിനൊന്ന് തോന്നുമ്പോൾ
ശരീരം കൊണ്ട് മറ്റൊന്ന് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സ്നേഹമായിരിക്കും, പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ദേഷ്യം കാണിക്കുക, അവോയ്ഡ് ചെയ്ത് പെരുമാറുക, ഇങ്ങനെയൊക്കെ നാടകം കളിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അവർ ചെയ്തു പോയി എന്നാണ് പറയുന്നത്. അവരുടെ കയ്യിൽ നിറഞ്ഞൊരു കപ്പാണ് ഇരിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹമാണത്. നിങ്ങളെ അവർക്ക് വേണം. നിങ്ങളവരുടെ ഒരു ശക്തി തന്നെയാണ്. എന്നാൽ എപ്പോഴും നിങ്ങൾക്കത് തരാതെ സൂക്ഷിച്ചു വെച്ചു എന്നറിയുന്നത്. അവസാനം ഏതൊരു സന്ദർഭം വന്നപ്പോൾ, കാര്യം എന്തുമാവാം, വീട്ടുകാരാവാം, നിങ്ങളുടെ ഇടയിലെ പ്രശ്നമാവാം, തേർഡ് പാർട്ടി ആവാം, എന്തായാലും അത് തരാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്. അവർക്ക് ഇറങ്ങി പോണ്ടി വന്നു. അതിൻ്റെ ദുഃഖമാണ് ആദ്യത്തെ 2 കാർഡും കൂടി പറയുന്നത്. ഇനി നൈറ്റ് കപ്പാണ്. ഇനി എന്താ വേണ്ടത്? അവരിങ്ങനെ പുറകെ ഫോളോ ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നത്. നിങ്ങളകന്ന് മാറി, നിങ്ങൾക്ക് നിരാശ വന്നു, നിങ്ങളെപ്പോഴും ആഗ്രഹിച്ചത് അവർ തന്നില്ല, അവഗണന കിട്ടി, വേദന കിട്ടി, മറ്റൊരാൾക്ക് പ്രാധാന്യം കൊടുത്തു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. നിങ്ങൾ വിളിക്കുമ്പോൾ തിരക്കാണ്, നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹമുള്ളപ്പോഴാവും ഒന്ന് വിളിക്കുക, ആ സമയത്ത് വേഗം ഫോൺ കട്ട് ചെയ്യൂ അല്ലേ? അതുപോലെയൊക്കെ നിങ്ങളെ പലതരത്തിൽ പീഡിപ്പിച്ചു മാനസികമായിട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അല്ലെങ്കിൽ അവർ ആരെച്ച സ്നേഹിച്ചോട്ടെ, എനിക്കിനിത് അനുഭവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് മാറി നിന്നപ്പോൾ അവർ നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. എപ്പോഴും അവരുടെ പിറകെ തന്നെയായിരുന്നു. വിളിച്ചില്ല, ഇത്ര സമയമായി അല്ലെങ്കിൽ ഇത്ര ദിവസമായി, ഇങ്ങനെ പറഞ്ഞ് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം നിങ്ങൾക്ക് വേദന മാത്രം കിട്ടിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ തന്നുകൊണ്ടിരുന്നു. അതവരുടെ അഹങ്കാരം കൊണ്ടാണ്. നിങ്ങൾ അവരുടെ കൈപ്പിടിയിൽ എപ്പോഴും ഉണ്ട് എന്നുള്ള തോന്നലായിരുന്നു. എന്നാൽ ഇറങ്ങി പോയപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി എനിക്കത് കിട്ടില്ല എന്ന്. എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോഴാണ് സ്നേഹത്തിൻ്റെ വാല്യൂ കൂടുന്നത്. അത് മനസ്സിലാക്കി തരുന്ന റീഡിങ്ങാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ വേദന കൊണ്ടോ അല്ലെങ്കിൽ അവഗണന സഹിക്കാൻ വയ്യാഞ്ഞിട്ടോ വാശി കൊണ്ടോ ദേഷ്യം കൊണ്ടോ എന്തുകൊണ്ടോ മാറി നിന്നപ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി. അതാണ് ആദ്യത്തെ 3 കാർഡും കൂടി പറയുന്നത്. നിങ്ങളെങ്ങനെയാണോ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, അതുപോലെ അവരിപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങി എന്നാണ് നൈറ്റ് കപ്പ് പറയുന്നത്. ഇനി അടുത്ത കാർഡ് ടെമ്പറൻസ് ആണ്. 8 എന്ന നമ്പറും ടെമ്പറൻസും ഒരേ സന്ദേശമാണ് തരുന്നത്. 8 പറയുന്നു, ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ശരിയായ തോന്നലുണ്ടാവും അല്ലേ? ആ തോന്നലുണ്ടാവാതിരിക്കുമ്പോഴാണ് പല കലഹങ്ങളും ഉണ്ടാവുന്നത്. നമ്മൾ ആദ്യമൊക്കെ വളരെയധികം ദേഷ്യപ്പെടുന്ന അഹങ്കരിക്കുന്ന ആളാണെങ്കിൽ കുറച്ച് പക്വത വരുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ഭാഗത്തായിരുന്നു തെറ്റ് എന്ന്. ഒരു കാലം വരുമ്പോൾ മനസ്സിലാവും. അതുപോലെ കുറച്ച് ദിവസം നിങ്ങൾ മാറി നിന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്തായിരുന്നു ഞങ്ങൾക്കിടയിലെ പ്രശ്നം എന്ന് മനസ്സിലായി. അവരെ അവഗണിച്ചതും സ്നേഹം തരാത്തതും, എന്നാൽ നിങ്ങൾ എപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നതും പിറകെ പോയിരുന്നതും അവർക്ക് മനസ്സിലായി. ഒരു മനസ്സിനെ ഞാൻ വല്ലാതെ വേദനിപ്പിച്ചു, അതിൻ്റെ ഒരു അനുഭവമാണ് എനിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വേണ്ടത് അവരെ സ്നേഹിക്കുക, സംയമനം പാലിക്കുക. ഇതവർ മനസ്സിലാക്കിയെന്നാണ് ടെമ്പറൻസ് പറയുന്നത്. ഇപ്പോൾ അവർ കടലോളം സ്നേഹവുമായിട്ടാണ് നിങ്ങളെ സമീപിക്കാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരുപാട് ഇരട്ടിയാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം എന്നാണ് പറയുന്നത്. അതിന് കാരണം നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളോ വഴക്കുകളോ നിങ്ങൾ തമ്മിൽ സംസാരിക്കാതിരുന്ന ദിവസങ്ങളോ എന്തൊക്കെയാണ് നിങ്ങൾക്കിടയിലത്തെ ആ പ്രോബ്ലം എന്നുള്ളത് അയാൾ മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അതോടുകൂടി അയാൾ നല്ലവനായില്ലേ? ആദ്യമൊക്കെ കുറച്ച് നെഗറ്റീവ് സ്വഭാവമായിരുന്നു, ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, നിങ്ങളെ അവഗണിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു വിലയും തന്നിരുന്നില്ല, അടിമപ്പെടുത്തിയ ഒരു സ്വഭാവമായിരുന്നു, കൺട്രോൾ ചെയ്യുന്ന സ്വഭാവം കൂടുതലായിരുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ച ആൾ നിങ്ങൾക്ക് തുല്യ സ്ഥാനം തരാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതാണ് പ്രണയത്തിലെ ആദ്യത്തെ മാറ്റമായിട്ട് ഇവിടെ പറയുന്നത്. എന്നാൽ നിങ്ങളുടെ എനർജി ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വല്ലാത്ത അനാഥത്വം തന്നെയാണ് തോന്നുന്നത്. അവർ മാത്രമല്ല, നിങ്ങൾ അതിൽ ഇരട്ടി വേദനിക്കുന്നുണ്ട്. അവരെ അങ്ങ് ഉപേക്ഷിച്ച് വേറൊന്നിലേക്ക് പോയി അങ്ങനെയുള്ള മനസ്സൊന്നുമല്ല നിങ്ങളുടെ. നിങ്ങൾ അവരെ മാത്രം കാത്തിരുന്ന ജീവിതം മുഴുവൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നവരാണ്. അല്ലാതെ അവരങ്ങ് പോയി വേറൊന്നിലേക്ക് പോവാം എന്നുള്ള മെൻറ്റാലിറ്റിയുള്ള ആളുകളല്ല. അവരെ ഓർത്ത് സങ്കടപ്പെട്ട് ദുഃഖത്തിലൂടെ കടന്നു പോയാലും വേണ്ടില്ല, വെല്ലുവിളികളിലൂടെ കടന്നു പോയാലും വേണ്ടില്ല, അവരുടെ ഓർമ്മ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ് നിങ്ങളെ എന്നാണ് 5 പെൻഡക്കിൾ പറയുന്നത്. ഇനി 5 പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമുള്ളത് കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ട് ഭർത്താവോ ഭാര്യ മരിച്ചിട്ടുള്ള പങ്കാളികൾ, അവരായിരിക്കും സ്നേഹിക്കുന്നുണ്ടാവുക. ഇതൊരു വിഭാഗം ആൾക്കാരെയാണ് പറയുന്നത് കേട്ടോ. കുടുംബമായി ഒരു കുട്ടിയായിരിക്കുമ്പോഴാവും ഭാര്യ മരിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടുണ്ടാവുക. അവരെ സ്നേഹിക്കുന്ന ആള്,
അങ്ങനെയുള്ള രണ്ടുപേരും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ചത് അരക്ഷിതാവസ്ഥയാണ്, ദുഃഖമാണ്, ഇനി മറ്റാരും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള ആ ഒരു ഏകാന്തത വേദനയാണ് ഇവിടെ ക്രോണിസ് പറയുന്നത്. അപ്പോൾ ഒരു ക്രോണിസിലാണ് തുടങ്ങിയത്, ഒരു ക്രോണിസിലാണ് ഇവിടെ നിങ്ങളുടെ അവസ്ഥ പറയുന്നത്, നിങ്ങളുടെ എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. രണ്ടും ഒരാൾ തന്നെയാണ് പറയുന്നത്, രണ്ട് ഭാവത്തിലാണ് നിൽക്കുന്നത്. ഒരാൾക്ക് ഭയങ്കര വിരഹമാണെങ്കിൽ ഒരാൾക്ക് അനാഥത്വവും അരക്ഷിതാവസ്ഥയും വേദനയും മാത്രമായി. അയാൾക്ക് പ്രതീക്ഷയുണ്ട് നിങ്ങളിലേക്ക് വരാമെന്ന്, നിങ്ങൾക്കതില്ല. ഒരാൾക്ക് പ്രതീക്ഷയുണ്ട്, മറ്റേയാൾക്ക് പ്രതീക്ഷ നഷ്ടമായി എന്നാണ് പറയുന്നത് കേട്ടോ. എൻ്റെ ആയി ഇത്, ഇനി എനിക്കത് കിട്ടില്ല, ഇനി ആ ഓർമ്മകൾ മാത്രമാണ് എനിക്ക് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി വന്നിരിക്കുന്നത് നൈറ്റ് പെൻഡക്കളാണ്. ആ വ്യക്തി കുറച്ച് വിവേകത്തിലേക്ക് വന്നു, ആലോചനയിലേക്ക് വന്നു, ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ നിധി പോലെയാണ് നിങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നത്. നിങ്ങളുള്ളപ്പോഴാണ് അവർക്കൊരു ഊർജ്ജമുള്ളത്, അല്ലെങ്കിൽ അവർ ഡൗൺ ആണ് എന്നൊക്കെ അവർ മനസ്സിലാക്കി. ഇപ്പം വിവേകത്തോടു കൂടി ചിന്തിക്കാൻ തുടങ്ങി. ആദ്യം ഭയങ്കര ദേഷ്യത്തിൽ അടിമപ്പെടുത്തുന്ന സ്വഭാവത്തിലാണ് അവർ നിങ്ങളെ കണ്ടിരുന്നത്. ഇനി ഇവിടെ 7 വാണ്ട് വന്നിട്ടുണ്ട് അല്ലേ. അത് പറയുന്നത് വീട്ടുകാർ വെല്ലുവിളിയാണ്, ജോലിയിൽ വെല്ലുവിളിയാണ്, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വെല്ലുവിളിയാണ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ജോലിയിൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ പ്രണയത്തിൻ്റെ പേരിൽ മാത്രമല്ല അവർ കാണുന്നത്, ജോലിയിലത്തെ സമ്മർദ്ദങ്ങൾ കാരണം ഡോക്ടറെ കാണിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നത് അവരെ സമീപിക്കുന്നവരിൽ ദമ്പതികളുണ്ട്, അത് ആർത്തവ വിരാമം വന്നിട്ടുള്ള ദമ്പതികളാണ്. ഇനി ജോലി സമ്മർദ്ദം നേരിടുന്ന യുവാക്കളുണ്ട്, പ്രണയ പരാജയം നേരിടുന്ന കാമുകന്മാരുമുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മന്ത്രവാദം ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിനെ മാറ്റുക എന്ന് പറഞ്ഞു തരുന്നവരിൽ നിന്ന് മാറിയിട്ട് ഈ ഡോക്ടർമാരെ സമീപിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കൗൺസിലിങ്ങും പിന്നെ അവർ നിർദ്ദേശിക്കുന്ന മെഡിസിനും ഉപയോഗിക്കുക കേട്ടോ. അതിനവർ 10,000 വാങ്ങില്ല, അതുകൂടി മനസ്സിലാക്കുക. ഈ മന്ത്രത്തിലും തന്ത്രത്തിലും പോയി പെടാതിരിക്കുക. അപ്പം ഇന്നലെ ഒരാൾ ചോദിച്ചു, ഇവിടെ പറയുന്നതെല്ലാം നവഗ്രഹ സ്തോത്രങ്ങളല്ലേന്ന്. അപ്പോൾ അയാൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലായിട്ടില്ല. ഇവിടെ ഞാൻ പറയുന്നത് നവഗ്രഹങ്ങളെ കുറിച്ച് തന്നെയാണ്. അവിടെ ഞാൻ വേറെ ആരുടെങ്കിലും കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ബുദ്ധിയില്ലാത്ത കമൻറ്റുകൾ എഴുതാതിരിക്കുക കേട്ടോ. വേണ്ട കാര്യം തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ വലിയ വലിയ മന്ത്രവാദ കളത്തിലുള്ള മന്ത്രങ്ങളൊക്കെ, അഘോര മന്ത്രം അല്ലെങ്കിൽ ആ മന്ത്രം ഈ മന്ത്രം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചെല്ലാൻ പറ്റുമോ? ഇവിടെ നമ്മൾ നവഗ്രഹങ്ങളുടെ ശാന്തിക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ശനി ദ്രോഹിക്കുമ്പോൾ ശനിയുടെ മന്ത്രം, ചൊവ്വ ദ്രോഹിക്കുമ്പോൾ ചൊവ്വയുടെ മന്ത്രം, അതൊക്കെയാണ് ഞാൻ ജപിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ തെറ്റായിട്ട് ഓരോ കമൻറ്റുകൾ ഇടാതിരിക്കുക കേട്ടോ. മന്ത്രത്തിലേക്ക് കടന്നപ്പോൾ ഇനി ഒന്ന് പറയാനുള്ളത്, ഓം നമോ നാരായണായ, ഓം നമോ നമഃശിവായ. ഈ 2 മന്ത്രങ്ങളെ വെല്ലാൻ ഭൂമിയിൽ ഒരു മന്ത്രവും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതാണ് ഏറ്റവും ശക്തിയേറിയ മന്ത്രം. അത് നിങ്ങൾക്ക് ജപിക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു മന്ത്രവാദി നിങ്ങൾക്ക് സമീപിക്കേണ്ടി വരില്ല. അത് നിങ്ങൾക്ക് ധാരാളം പോസിറ്റീവ് എനർജി തരും, കാര്യതടസ്സങ്ങൾ മാറ്റിത്തരും, നിങ്ങളുടെ പ്രണയം സഫലമാവും, എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നടക്കും. അപ്പം ഇതൊന്നും അറിയാതെയാണ് ഇവിടെ ചെയ്യുന്നത്. മന്ത്രങ്ങൾ അത്രയ്ക്ക് വലിയ മന്ത്രങ്ങളൊന്നുമല്ല, ചെറിയ മന്ത്രങ്ങളാണ്, ശക്തിയില്ലാത്ത മന്ത്രങ്ങളാണ്. ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഓരോ കമൻറ്റുകൾ ഇടുന്നത്. അപ്പോൾ അറിയില്ലെങ്കിൽ അറിയാത്ത പാട്ടിലിരിക്കുക, അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങളുടെ വിരഹത്തിനെ കുറിച്ച്, വേദനയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് വിരഹം മാത്രമല്ല, ഇത് എൻ്റെയായി എന്നുള്ള തോന്നൽ തന്നെയാണ്. ഞാൻ പ്രൈവറ്റ് റീഡിങ് തുടങ്ങിയ സമയമാണ്. ഒരു ലേഡി വന്നിട്ട്, ഒരു പെൺകുട്ടി വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത്ര വർഷമായി പ്രണയിക്കാൻ തുടങ്ങിയിട്ട്, എന്നെ മോഹിപ്പിച്ചു, അവിവാഹിതയാണ് കേട്ടോ, കല്യാണം കഴിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്, പക്ഷേ വീട്ടുകാരെതിർത്തപ്പോൾ അവർ വേറെ കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. പയ്യൻ നൈസായിട്ട് മുങ്ങിയിരിക്കുകയാണ്. സമയം വന്നപ്പോൾ ഇവളെ അങ്ങ് ഒഴിവാക്കി. എന്നിട്ട് ഈ പെൺകുട്ടി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പം അവൻ സന്തോഷത്തിലായിരിക്കും, ഭാര്യയുമായിട്ട് നന്നായിട്ട് കഴിയായിരിക്കും, എന്നോട് വെറുപ്പെങ്കിലും ആ മനസ്സിലുണ്ടോ ചേച്ചി എന്നാണ് ആ കുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നന്നായി സങ്കടം വന്നു. കാരണം ആ കുട്ടി അയാളെ എത്രമാത്രം സ്നേഹിക്കുന്നതെന്നുള്ളത് ഇതിൽ കൂടുതൽ ഒരു വാക്കിലൂടെ എനിക്ക് പറയാൻ കഴിയില്ല. അതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ് 5 പെൻഡക്കൾ. ഇവിടെ അയാൾ മാറിപ്പോയതിന് അയാൾക്ക് തന്നെ കുറ്റബോധമുണ്ട്, അയാൾ വരാൻ നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്നാണ്. കാരണം അപ്പുറത്തിരിക്കുന്നത് പുരുഷന്മാരുടെ എനർജിയും
ഈ ഭാഗത്തിരിക്കുന്നത് സ്ത്രീകളുടെ എനർജി ആയിട്ടാണ് കാണുന്നത്. നേരെ തിരിച്ചുമാവാം ഷീ ഓർ ഹി. ഇനി വന്നിരിക്കുന്ന ഡെത്ത് കാർഡാണ്. അത് പറയുന്നത് ദുസ്വഭാവങ്ങൾ ഒഴിവാക്കൂ എന്നാണ്. ഇത് അവർക്ക് വന്നിട്ടുള്ളതാണ്. അവരാണ് നിങ്ങളെ എപ്പോഴും ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നതും അവഗണിച്ചുകൊണ്ടിരുന്നതും. നിങ്ങളാണ് പുറകെ പോയിക്കൊണ്ടിരുന്നതും. അവസാനം നിങ്ങൾക്ക് നിരാശയും വിഷമവും ദുഃഖവും എല്ലാം കൂടി കലർന്നൊരു ആ അവസ്ഥയിലേക്ക് പോയി. ഇവിടെ നമുക്ക് വിഷാദ രോഗം എന്ന് തന്നെ പറയാം. ഭക്ഷണം ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല, എപ്പോഴും അവരുടെ ചിന്തയായിരിക്കും. ചില ആളുകളെങ്കിലും ഡോക്ടറെ കാണിക്കുന്നുണ്ടാവും. ഈ അവസ്ഥയൊക്കെ ആവുമ്പോഴാണ് കുട്ടികൾ ഡോക്ടറുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നുപോയെങ്കിൽ അവർ വിചാരിക്കുന്നു ഞാൻ എൻ്റെ ദുസ്വഭാവം എല്ലാം മാറ്റിയിട്ട് അവരിലേക്ക് പോകാൻ പോവുകയാണെന്ന്. അപ്പോൾ അവർ മറ്റൊരാളിലേക്ക് പോയിട്ടില്ല കേട്ടോ. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ റീയൂണിയൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓർമ്മകൾ മാത്രമാണെന്ന് ഭൂമി പറയുന്നു. 5 തരത്തിൽ നിങ്ങളെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അത് കിങ്കപ്പും പറഞ്ഞു. നിങ്ങളെ എല്ലാ തരത്തിലും ഇഷ്ടമുള്ളൊരു വ്യക്തി തന്നെയാണ്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ തിരക്കിലിരുന്നാലും നിങ്ങളുടെ ഓർമ്മകളിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പം നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നു അത്രത്തോളം വിരഹം അവരനുഭവിക്കുന്നു എന്നാണ്. രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുന്നവരെയാണ് ഇന്ന് കാണിച്ചു തന്നിരിക്കുന്ന സോൾ കണക്ഷനാണ്. മുജ്ജന്മങ്ങളിലെ ഇണകളായിരിക്കാം, അല്ലെങ്കിൽ മുജ്ജന്മങ്ങളിലെ എന്തോ ഒരു ബന്ധമുള്ളവരാണ്. അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ വയ്യാത്തൊരു മാനസിക അവസ്ഥയിലാണ്. അത് പറയാം. സ്നേഹം സത്യമുള്ളതാണ്. ഇപ്പം വെല്ലുവിളികളിലൂടെ കടന്നു പോവുകയാണ്. അത് നിങ്ങളുടെ കാര്യമാണ്. 5 പെൻറ്റക്കിൾ 7 വാണ്ടും പറയുന്നത് പങ്കാളി വെല്ലുവിളിയായി എന്നാണ്. അപ്പം അവർ ഇറങ്ങിപ്പോയി, നിങ്ങൾക്ക് സ്നേഹം തന്നില്ല, നിങ്ങൾ ഒരുപാട് മോഹിച്ചു, ഒരുപാട് സ്നേഹിച്ചു, ജീവന് തുല്യം, എന്നിട്ട് നിങ്ങളെ മനസ്സിലാക്കിയില്ല, നിങ്ങളെ അങ്ങ് ഒഴിവാക്കി, എന്നിട്ട് ബ്രേക്കപ്പ് ഒക്കെ എടുത്ത് പോയിരിക്കുകയാണ്. അത് മറ്റൊന്നിലേക്കായിരിക്കും. ഇങ്ങനെ സങ്കടകരമായൊരവസ്ഥയിലൂടെ ട്രോമയിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇവിടെ ക്രോണിസ് പറയുന്നത്. അപ്പോൾ എല്ലാറ്റിലും ക്രോണിസാണ് നിൽക്കുന്നത് അല്ലേ. ആദ്യം പറഞ്ഞു അവരെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി സങ്കടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒന്ന് ഡൗൺ ആയിട്ട് വീണ്ടും ഉയരും എന്ന് ആദ്യത്തെ കാർഡായ ക്രോണിസ് പറഞ്ഞു. ഇനി അനാഥത്വം, അരക്ഷിതാവസ്ഥ, ദുഃഖം, നഷ്ടമായി എന്ന് തോന്നൽ, അത് രണ്ടാമത് വന്ന ക്രോണിസ് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ക്രോണിസ് പറയുന്നു ട്രോമയിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന്. അപ്പോൾ ക്രോണിസിൻ്റെ 3 മുഖങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. ഇനി പറയുന്നു 6 വാണ്ട്. ഇവിടെ അഹങ്കാരമാണ് വന്നിരിക്കുന്നത്. ഇതും ക്രോണിസ് തന്നെയാണ്. അഹങ്കാരിയായിട്ടാണ് നിൽക്കുന്നത്. ആദ്യം അവരെങ്ങനെയാണോ നിങ്ങളോട് പെരുമാറിയിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാവും, അല്ലെങ്കിൽ അവരെ നമുക്ക് കാണിച്ചു തരുന്നതാവും. അവർ കുറച്ച് കൺട്രോൾ ഇഷ്യൂ ഉള്ള ആളായിരുന്നു, കുറച്ച് ദുശാഠ്യങ്ങളുള്ള ആളായിരുന്നു, എപ്പോഴും ദേഷ്യപ്പെടുന്ന സ്വഭാവമായിരുന്നു, നിങ്ങളെ അവഗണിച്ച് പെരുമാറുന്ന സ്വഭാവമായിരുന്നു, നിങ്ങളെ വേദനിപ്പിക്കുന്ന തരം പെരുമാറ്റങ്ങളായിരുന്നു. ഇതൊക്കെയാണ് 6 വാണ്ട് പറയുന്നത്. തീയും വെള്ളവും പോലെയായി നിങ്ങളുടെ ബന്ധം. അത്രയാണ് ഒരു ചെറിയ ഉദാഹരണം പറയാനുള്ളൂ അല്ലേ. തീയെന്ന് പറഞ്ഞാൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രണയം, അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തൊഴിച്ച് എന്താവുക, അതാണ് ഇവിടെ വന്നത്. അപ്പോൾ അവർ സ്നേഹം തരാത്തത് കൊണ്ട് ആ പ്രണയം കെട്ടടങ്ങി എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ അവർ വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളുടെ സ്നേഹം വേണമെന്ന ഒരവസ്ഥയിലേക്കും പോയി എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളെ തേടി അവർ വരും എന്നാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ള മെസ്സേജുകൾ. ഇനി പേജ് വാണ്ടാണ്, സന്ദേശവാഹകനാണ്. അവർ കോണ്ടാക്റ്റ് ചെയ്യും, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺബ്ലോക്ക് ചെയ്യും, നിങ്ങളുമായിട്ട് സംസാരിക്കും, ഒരു സോറി പറയും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വേദന അവരനുഭവിച്ചു. ഒന്ന് ഡൗണായി വീണ്ടും അത് റീയൂണിയനിലേക്ക് വരുമെന്ന് ആദ്യത്തെ കാർഡ് തന്നെ പറയുന്നുണ്ട്. ഡെത്ത് കാർഡ് പറയുന്നുണ്ട് റീബർത്താണ്. അപ്പോൾ നിങ്ങളുടെ പ്രണയത്തിൻ്റെ എൻഡ് അല്ല, അതാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് വീണ്ടും ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ കമൻ്റ് ഇട്ട ആളോട് എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നിങ്ങൾ ഒരുപാട് ടാരോ റീഡിങ് കാണുന്നുണ്ടാവുമായിരിക്കുക. അവരൊക്കെ നവഗ്രഹ പീഡാഹാര സ്തോത്രം ചൊല്ലിയിട്ടാണോ ടാരോ റീഡിങ് തുടങ്ങുന്നത്? അത്രയെങ്കിലും ഒരു വ്യത്യാസം ഞാൻ ചെയ്യുന്നില്ലേ? അതിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ദയവായി സഹോദര, ഒരാണാണെന്നാണ് എനിക്ക് തോന്നുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തളർത്താതിരിക്കുക. കോപ്പിയടി ധാരാളം നടക്കുന്ന ഒരു ഏരിയയാണ് സോഷ്യൽ മീഡിയ. അതിനിപ്പോൾ ടാരോ റീഡിങ്ങിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നടക്കുന്നുണ്ട്. അത് ചില ചാനലുകളിൽ ഉണ്ടായതായിട്ട് ഞാൻ അറിയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങനെ പറയുന്നത്. ഇനി മന്ത്രം ചൊല്ലി നിങ്ങളുടെ മാറ്റിത്തരാ, ഇത്ര രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞത് പലരിൽ നിന്ന് ഞാൻ കേട്ടു. അപ്പോൾ ടാരോ റീഡർമാരാരും മന്ത്രം ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ മാത്രമാണ് അത് ചെയ്തത്.
അപ്പം ആ മന്ത്രത്തിൻ്റെ വാല്യൂ മനസ്സിലായിട്ടൊന്നുമല്ല അവരെടുക്കുന്നത്, അതെന്തിന് പ്രയോഗിക്കണം എന്നും അവർക്കറിയില്ല. അത് ഞാനിവിടെ എടുത്തു പറഞ്ഞു. ഒന്നും അറിയാത്തവരാണ് ഇത്തരം തരികടകൾ കാണിക്കുന്നതെന്ന്. അപ്പോൾ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം അല്ലേ. മെസ്സേജ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. ഹോപ്പ്, പ്രതീക്ഷ. അപ്പം മഴ ഒരു നല്ല ലക്ഷണമാണ് കേട്ടോ. സെപ്പറേഷൻ വന്നവരൊക്കെ റീയൂണിയൻ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ള മെസ്സേജുകൾ. എന്തായാലും അകന്നു പോയ 2 പേരുടെ ദുഃഖമാണ് എനിക്ക് ഇന്നിവിടെ കാണിച്ചു തന്നെ. ഒരാൾ ഇനി കിട്ടില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്, അത് ഇവിടെ ഇരിക്കുന്ന ആളാണ്. മറ്റേ ആൾ വീണ്ടും വരാൻ കാത്തിരിക്കുകയാണ്, ഒരു സന്ദർഭം നോക്കിയിരിക്കുകയാണ്. എന്നാൽ അവർക്ക് പേടിയുണ്ട്, അത്രയ്ക്കും അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ പേടി കേട്ടോ. അപ്പോൾ അവർ വരാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുക, സ്നേഹത്തോടുകൂടി കാത്തിരിക്കുക, നിങ്ങൾ ഒന്നാവട്ടെ. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ ഇതിലേക്ക് പോവാം. ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകളുടെ അമിത ആർത്തവം വന്നിട്ടുണ്ട്, ഗർഭാശയ അണ്ഡാശയ സ്ഥാന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട്, നട്ടെല്ലിൻ്റെ തകരാറുകൾ വന്നിട്ടുണ്ട്, കരൾ രോഗം, വൃക്കരോഗമൊക്കെ പറയുന്നുണ്ട്, അമിത മദ്യപാനം, അനീമിക് ആണെന്ന് പറയുന്നുണ്ട്, BP പറയുന്നുണ്ട്, കടുത്ത തലവേദന പറയുന്നുണ്ട് കേട്ടോ. ഇനി വന്നിരിക്കുന്ന ഒരു മരണം കേൾക്കുമെന്നാണ്. അപ്പം അതൊന്നും നമുക്ക് തടുക്കാൻ പറ്റിയ കാര്യങ്ങളല്ല അല്ലേ. ഇനി നമുക്ക് കരിയറിലേക്ക് പോവാം. എഴുത്തുകാരാണ് എന്ന് പറയുന്നുണ്ട്, കലാകാരന്മാരാണ് എന്ന് പറയുന്നുണ്ട്, ഇന്ത്യക്ക് വെളിയിലെ ജോലികൾ പറയുന്നുണ്ട്. ഇനി കര, വായു, നാവിക, അഗ്നി, സേനകൾ പറയുന്നുണ്ട്, ബിസിനസ്സുകൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി പൊതുവായ കാര്യങ്ങൾ, കുറച്ച് വെല്ലുവിളികളെ നേരിടേണ്ടി വരുമെന്ന് പറയുന്നത്. സുഹൃത്തായി കരുതിയുന്നവർ പോലും ശത്രുക്കളായി മാറുന്നൊരു അവസ്ഥയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുമെന്ന് പറയുന്നത് കേട്ടോ. ചില ആളുകൾക്ക് കയ്യിൽ കുറച്ച് പണം വന്നു ചേരും എന്ന് പറയുന്നുണ്ട്, യാത്രകൾ വേണ്ടിവരും എന്ന് പറയുന്നുണ്ട്, വിവാഹ നിശ്ചയം, വിവാഹം പറയുന്നുണ്ട്, കോടതി മുഖാന്തരം വേർപിരിയുന്നവരെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ വരിക. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. റിട്രീറ്റ് ആണ്. റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ പലായനം ചെയ്തു എന്ന് പറയുന്നത്. അതാണല്ലോ ഏറ്റുകപ്പം പറഞ്ഞത്. അവരിറങ്ങിപ്പോയി, എന്നാൽ അവർ വളരെ നല്ല ആളാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ മനസ്സുകൊണ്ട് അവരെ ആഗ്രഹിക്കുന്നുണ്ട്. 2 പേർക്ക് ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട്. ന്യൂ ലവ് എന്ന് ഇവിടെ പറയുന്നത് ചില ആളുകൾക്ക് പുതിയ പ്രണയമാണ്. എന്നാൽ നിങ്ങളുടെ പ്രണയത്തിൽ പുതിയ മാറ്റങ്ങൾ, പ്ലേഫുൾനെസ് അല്ലേ, ഫ്ലർട്ട് ഉണ്ട്, സത്യമുള്ള പ്രണയമാണ്. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം നിങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ആൾക്ക്, മാറിപ്പോയ ആൾക്ക് ഇപ്പം നിങ്ങളിലേക്ക് വരണമെന്ന ആഗ്രഹമുണ്ട്. ആ വ്യക്തി വളരെ നല്ലവനാണ്, സ്നേഹമുള്ള ആളായിരുന്നു. എന്നാൽ അത് മുഴുവൻ തന്നിട്ടില്ല. പല തരികടകളും കാണിച്ചു, നിങ്ങളെ വേദനിപ്പിച്ചു, കൺട്രോൾ ചെയ്തു, ദേഷ്യം കാണിച്ചു. അങ്ങനെ അവസാനം നിങ്ങൾ മടുത്തിട്ട് പിന്മാറി. അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമായി എന്നാണ് ഇന്നത്തെ റീഡിങ്ങിലും മാലാഖിയും പറയുന്നത്. പ്രണയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സഹോദരിമാരായ 4 പേർക്ക് 4 അനുഭവം ഉണ്ടായ പ്രണയത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. സീത, രാമൻ്റെ ഭാര്യയില്ലേ, എന്നാലും സ്നേഹം കിട്ടിയില്ല. രാവണൻ്റെ കോട്ടയിൽ തടവിലായി. കുറച്ച് ദിവസം മാത്രമേ അവർ സ്നേഹത്തോടു കൂടി ജീവിച്ചിട്ടുള്ളൂ, പിന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇനി ഊർമിള, എല്ലാ കാലത്തും ഭർത്താവിനെ ഓർത്ത് വിരഹം അനുഭവിച്ച സ്ത്രീയാണ്. കാരണം ലക്ഷ്മണൻ എപ്പോഴും രാമൻ്റെ കൂടെയാണ്. ഊർമിളയ്ക്ക് കൊടുക്കാൻ അയാളുടെ കയ്യിൽ സമയമുണ്ടായിരുന്നില്ല. മറ്റ് 2 പേരും സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചവരാണ്. അപ്പം നമ്മളുടെ തലയിലെഴുത്ത് എന്താണോ അതാണ് ജീവിതത്തിൽ അനുഭവിക്കുക അല്ലേ. ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിൽ ജനിച്ച 4 പേരുടെ അനുഭവം 4 രീതിയിലായി. സീത അപരാധങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടു. ഊർമിളയ്ക്ക് പിന്നെ ഒന്നുമില്ല, വെറും അമ്മമാരെ സേവിക്കാൻ വേണ്ടി ഒരു പരിചാരിക മാത്രമായിട്ടാണ് അവരവരുടെ ജീവിതം അവസാനിപ്പിച്ചത്. ഭർത്താവിന് എപ്പോഴും സഹോദരൻ്റെ പുറകെ നടക്കാനേ നേരമുള്ളൂ. ഇവരെ ഒന്നും മൈൻഡ് ചെയ്യാത്തൊരു സഹോദരൻ അല്ലേ. അതത്ര നല്ല കാര്യമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ, എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതുപോലെയാണ് പ്രണയം. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വരാൻ പോവുകയാണെന്നാണ്. റീയൂണിയനാണ് കേട്ടോ ഇന്ന് കണ്ടത്. ഡിറ്റാച്ച്മെൻ്റ് ആണ്. ഇപ്പം അകന്ന് നിൽക്കുകയാണ്. ഐ മിസ് യു എന്ന് പറയുന്നത്. ഇപ്പം അയാൾക്ക് നന്നായി മിസ് ചെയ്യാൻ തുടങ്ങി. സത്യമാണ്. റീഡിങ്ങിൽ അതാ കണ്ടത്. അതാണല്ലോ 8 കപ്പ് പറഞ്ഞത്. ഐ ആം സോറി. ഇനിയിപ്പോൾ സോറിയൊക്കെ പറയുക കേട്ടോ.
ആദ്യമൊക്കെ അത്രയ്ക്ക് കെട്ടിയായിട്ട് പെരുമാറിയില്ലേ? ഐ ഹേറ്റ് യു എന്നാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത് അല്ലേ? അവരോട് ആണോ? ലവ് യു എന്നുണ്ട്. അപ്പോൾ സ്നേഹം കൂടിയിട്ടുള്ള വെറുപ്പാണ് ഇവിടെ കണ്ടത്. റിപ്പീറ്റ് ആയിട്ടുള്ള അക്ഷരങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഐ എന്ന് വന്നിട്ടുണ്ട്, ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം നിങ്ങളുടെ പ്രണയം സത്യമുള്ളതാണെങ്കിൽ, അവർ നിങ്ങളെ സത്യമായിട്ടാണ് പ്രണയിക്കുന്നത് എങ്കിൽ, ഇത് രണ്ടും ഉണ്ടായിട്ട് കാര്യമില്ല. അർഹത ഉള്ളതാണെങ്കിൽ അതുകൂടി പറയാം. നിങ്ങളുടെ പ്രണയം സഫലമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ചെറിയ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എനിക്കതാ പറയാനുള്ളത്.